ഹലോ, ഞാൻ എൻ്റെ ന്യൂ ബോൺ ബേബിക്ക് യൂസ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഡയപ്പറാണ്. ഡയപ്പർ ഞാൻ മമ്മി പോക്കോ പാൻസിൻ്റെ ന്യൂ ബോൺ ബേബിയുടെ ഡയപ്പറാണ് ആദ്യം മേടിച്ചത്. പക്ഷെ അതൊരു 2-3 ദിവസം ഉപയോഗിച്ച പാടെ തന്നെ അവൾക്ക് റാഷസ് വരാൻ തുടങ്ങി. അപ്പം അത് മാറ്റിയിട്ട് പിന്നെ ഞാൻ പാമ്പേഴ്സാണ് യൂസ് ചെയ്തത്. പാമ്പേഴ്സ് ന്യൂ ബേബിയുടെ പാമ്പേഴ്സിൻ്റെ ഈ ഒട്ടിക്കുന്നതുണ്ടല്ലോ, അത് ഞാൻ യൂസ് ചെയ്ത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ ആ ഒരു ഇഷ്യൂ മാറിയിട്ടോ. പിന്നെ മമ്മി പോക്കോ പാൻസിൽ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഡയപ്പറിന്റെ സൈസ് ഒരു കുറച്ചും കൂടെ വലുതാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ന്യൂ ബോൺ ബേബിക്ക് അത്രയ്ക്കും സൂറ്റബിൾ അല്ല കേട്ടോ. അവർ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിന് സൈഡിൽ കൂടെയൊക്കെ ലീക്ക് ആവുന്നുണ്ട്. അത് ഇച്ചിരി വലിയ സൈസാണ്. പക്ഷെ പാമ്പേഴ്സ് ആണെങ്കിൽ അവർക്ക് കറക്റ്റ് ഫിറ്റാണ്. അത് ആ ഒട്ടിക്കുന്നതും കൂടെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി കംഫർട്ടബിൾ ആണ്. പിന്നെ രണ്ടാമതായിട്ട് ഡയപ്പർ റാഷ് ക്രീമാണ്. അവൾക്ക് റാഷസ് വന്നപ്പോൾ ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്ത ഹിമാലയയുടെ റാഷ് ക്രീം ആട്ടോ. അതൊരു 3-4 ദിവസം യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ പകല് ഡയപ്പർ കെട്ടിക്കാണ്ട് രാത്രി മാത്രമായിരുന്നു ഡയപ്പർ കെട്ടിച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ പോലും ആ റാഷസ് അങ്ങ് കുറയുന്നില്ലായിരുന്നു. ഒരു 4-5 ദിവസം ഞാൻ ഹിമാലയ യൂസ് ചെയ്തിട്ട് പോലും അവൾക്ക് റാഷസ് കുറയുന്നില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ മേടിച്ചത് സെബാമെഡിന്റെ റാഷ് ക്രീമാണ്. അത് ഞാൻ യൂസ് ചെയ്ത് ഒരു 2 ദിവസം യൂസ് ചെയ്ത പാടെ എനിക്ക് നല്ലൊരു മാറ്റം കണ്ടു. അവളുടെ റാഷസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിക്കിട്ടി. അപ്പോൾ അതുകൊണ്ട് സെബാമെഡ് എൻ്റെ കുഞ്ഞിന് അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് ഞാൻ എല്ലാവരും വരുമ്പോൾ പറയും കുഞ്ഞിൻ്റെ ഐബ്രോ എഴുതിക്കണം, ഐബ്രോ എഴുതിച്ചെങ്കിൽ മാത്രമാണ് നല്ല പോലെ ഐബ്രോ വരുള്ളൂ എന്ന് എന്നോട് പറയുമായിരുന്നു. അങ്ങനെ എനിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ട് പോലും ഞാൻ അവൾക്ക് ഐബ്രോ എഴുതിച്ചു. ഞാൻ യൂസ് ചെയ്തത് ഈ ഹിമാലയയുടെ ഈ കുഞ്ഞ് കൺമഷി വെച്ചാട്ടോ ഞാൻ ഐബ്രോ അവളുടെ എഴുതിച്ചത്. പക്ഷേ ഇത് കാജലിൻ്റെ ആണോ അതെയോ മേളിൽ തൊട്ട പൗഡറിൻ്റെ ആണോ എന്താണെന്ന് എനിക്കറിയില്ല. അവളുടെ ഐബ്രോയുടെ ഇത്രയും ഭാഗം ഫുള്ളും ഒരുമാതിരി പൊറ്റം പോലെ വന്നിരുന്നു. ഞാൻ ആകെപ്പാടെ ഒരു 2-3 പ്രാവശ്യമാണ് ഐബ്രോ എഴുതിച്ചോളൂ. അതിൽ കൂടുതൽ ഞാൻ എഴുതിച്ചിട്ടേ ഇല്ല. അത് ഫുള്ള് കുഞ്ഞിൻ്റെ 2 ഐബ്രോയിലും ഇങ്ങനെ പൊറ്റം പോലെ വന്നിരിക്കുമായിരുന്നു. അതിപ്പം കാജലിൻ്റെ ആണോ യൂസ് ചെയ്ത പൗഡറിൻ്റെ ആണോ എന്താണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ ഐബ്രോയിൽ മാത്രമാട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ, കണ്ണ് ഞാൻ എഴുതിച്ചിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്തത്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡയപ്പർ അങ്ങനെ പകൽ യൂസ് ചെയ്യാറില്ലായിരുന്നു. പകൽ അതുകൊണ്ട് ഞാൻ തുണിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്തത് ഈ ഷീറ്റാട്ടോ. ഇത് ഞാൻ മൂത്ത മോന് ഞാൻ യൂസ് ചെയ്തിരുന്നു ഈ സെയിം ഷീറ്റ്, ഡ്രൈ ഷീറ്റ്. പക്ഷെ അന്നേരം അതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയിരുന്നു. സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം ഞാൻ ഇവക്ക് മേടിച്ചത് സ്കിൻകോയുടെ ഈ ഡ്രൈ ഷീറ്റാണ് മേടിച്ചത്. പക്ഷേ ഇതിന് ഭയങ്കര സ്മെല്ലാണ്. ഒരു 2 പ്രാവശ്യം കുഞ്ഞ് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ പാടെ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ മോൻ്റെ പഴയ ഈ ഷീറ്റ് ഉണ്ടായിരുന്നത് തന്നെയാട്ടോ യൂസ് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ഞാൻ ഉപയോഗിച്ചത് ഫീഡിങ് പില്ലോയാണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് ഡെലിവറി കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ ഒത്തിരി ബെൻഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒത്തിരി ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ കസാരയിൽ ഇരുന്ന് ഫീഡിങ് പില്ലോ യൂസ് ചെയ്ത് ഫീഡ് ചെയ്യുമ്പോൾ ഒത്തിരി കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ഫീഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ അടുത്തത് ഞാൻ അവൾക്ക് യൂസ് ചെയ്ത ഓയിലുകളുടെ കാര്യം പറയാവേ. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ഒരു 20 ഡേയ്സ് ഞാൻ വെണ്ണയാണ് യൂസ് ചെയ്ത, ബട്ടർ. അത് യൂസ് ചെയ്തിട്ടാണ് അവളെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ തലയിൽ നമ്മൾ ഈ തേങ്ങ പാല് പിഴിഞ്ഞിട്ട് എടുക്കുന്ന എണ്ണയില്ലേ, വെർജിൻ കോക്കനട്ട് ഓയിൽ, ആ ഓയിലായിരുന്നു തലയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടൊരു 25 ഡേയ്സ് ആയി കഴിഞ്ഞപ്പോൾ അവളുടെ മേത്ത് ചെറിയ ചെറിയ റാഷസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ റാഷസിനൊക്കെ നല്ലത് ഒലീവ് ഓയിലാണല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒലീവ് ഓയിലാണ് ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് അവൾക്ക് തേച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആട്ടോ ഞാൻ അവൾക്ക് യൂസ് ചെയ്ത പ്രൊഡക്ട്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്